തിരഞ്ഞെടുപ്പിനെ പറ്റി കുറച്ച് വിവരങ്ങളാകാം. പൊതു തിരഞ്ഞെടുപ്പ് ആദ്യമായി നടന്ന ഏഷ്യൻ രാജ്യമാണ് ഇന്ത്യ. 1951 ഒക്ടോബർ 25 മുതൽ 1952 ഫെബ്രുവരി 21 വരെയാണ് ഒന്നാം ലോക്സഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടന്നത്. ഹിമാചൽ പ്രദേശിലാണ് ആദ്യഘട്ട വോട്ടെടുപ്പ് ആരംഭിച്ചത്. ഒന്നാമത്തെ ലോക്സഭയിൽ 489 മണ്ഡലങ്ങൾ ഉണ്ടായിരുന്നു. 489 364 സീറ്റും നേടി കോൺഗ്രസ് അധികാരത്തിൽ വന്നു. 16 സീറ്റിൽ വിജയിച്ച CPI ഏറ്റവും വലിയ പ്രതിപക്ഷ കക്ഷിയായി. ഒന്നാം ലോക്സഭയിലെ വോട്ടിംഗ് ശതമാനം 44.87% ആയിരുന്നു. ആദ്യത്തെ ലോക്സഭ നിലവിൽ വന്നത് 1952 ഏപ്രിൽ 17 ലോക്സഭയുടെ ആദ്യത്തെ സമ്മേളനം നടന്നത് 1952 മെയ് 13 ആണ്. 10 നോമിനേറ്റഡ് അംഗങ്ങളും സഭയിൽ ഉണ്ടായിരുന്നു. അങ്ങനെ 499 അംഗ സഭയായിരുന്നു ആദ്യത്തേത്. ഭരണഘടനയുടെ 331 അനുച്ഛേദം പ്രകാരമാണ് ആംഗ്ലോ ഇന്ത്യൻ അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യുന്നത്. രണ്ടാം ലോക്സഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പ് 1957 ഫെബ്രുവരി 24 മുതൽ മാർച്ച് 14 വരെ നടന്നു. ഈ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് 494 371 സീറ്റ് നേടി വിജയിച്ചു. CPI വിജയിച്ചത് 77 സീറ്റുകളിൽ. 1956 സംസ്ഥാന പുനഃസംഘടനയെ തുടർന്ന് നിയോജക മണ്ഡലങ്ങളുടെ അതിർത്തി നിർണയവും നടന്നു. ഇതോടെ രണ്ടാം ലോക്സഭയിലെ സീറ്റുകളുടെ എണ്ണവും വർദ്ധിച്ചു. നാമനിർദ്ദേശം ചെയ്യപ്പെട്ട 12 അംഗങ്ങൾ ഉൾപ്പെടെ അംഗസംഖ്യ 506 മാറി. 1962 ഫെബ്രുവരി 16 മുതൽ 25 വരെ മൂന്നാം ലോക്സഭയിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വീണ്ടും ഭരണം നിലനിർത്തി. മൂന്നാം ലോക്സഭയിലെ അംഗങ്ങളുടെ എണ്ണം 507 ആയിരുന്നു. ഇന്ത്യയിൽ മായ്ക്കാനാകാത്ത മഷി ഉപയോഗിച്ച ആദ്യത്തെ ഇലക്ഷൻ നടന്ന വർഷമാണ് 1962. 1964 പ്രധാനമന്ത്രി നെഹ്റു അന്തരിച്ചപ്പോൾ ലാൽ ബഹദൂർ ശാസ്ത്രി പ്രധാനമന്ത്രിയായി. 1966 ലാൽ ബഹദൂർ ശാസ്ത്രി അന്തരിച്ചതിനെ തുടർന്ന് ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായി. 1967 ഫെബ്രുവരി 15 മുതൽ 25 വരെ നാലാം ലോക്സഭയിലേക്ക് തിരഞ്ഞെടുപ്പ് നടന്നു. കോൺഗ്രസ് ഭരണം നിലനിർത്തിയെങ്കിലും വിജയിച്ച സീറ്റുകൾ കുറഞ്ഞു. 283 സീറ്റുകളിലാണ് അന്ന് കോൺഗ്രസ് വിജയിച്ചത്. നാലാം ലോക്സഭയുടെ അംഗങ്ങളുടെ എണ്ണം 523 ആയിരുന്നു. 1969 കോൺഗ്രസ് പിളർന്നു. 1971 കാലാവധി പൂർത്തിയാക്കും മുമ്പ് അടുത്ത തിരഞ്ഞെടുപ്പ് നടന്നു. ഇന്ത്യയിലെ ആദ്യത്തെ ഇടക്കാല തിരഞ്ഞെടുപ്പായിരുന്നു ഇത്. കോൺഗ്രസ് 352 സീറ്റിൽ വിജയിച്ചു. ഹിമാചൽ പ്രദേശിന് 1971 സംസ്ഥാന പദവി ലഭിച്ചു. അതിനെ തുടർന്ന് സീറ്റുകൾ കുറഞ്ഞു. അങ്ങനെ അഞ്ചാം ലോക്സഭയുടെ അംഗബലം 521 ആയി. പ്രധാനമന്ത്രി തിരഞ്ഞെടുപ്പിൽ കൃത്രിമം കാട്ടിയെന്ന് അലഹബാദ് ഹൈക്കോടതി വിധിയെ തുടർന്ന് 1975 ജൂണിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. അഞ്ചാം ലോക്സഭയുടെ കാലാവധി 1977 വരെ നീണ്ടു.
1977 മാർച്ചിൽ 6ാം ലോക്സഭ തിരഞ്ഞെടുപ്പ് നടന്നു. 1976 അതിർത്തി നിർണയത്തോടെ സീറ്റുകൾ 23 വർദ്ധിച്ചിരുന്നു. ആകെ 544 സീറ്റുകൾ. ജനതാ പാർട്ടിയുടെ പേരിൽ അണിനിരന്ന വിവിധ സോഷ്യലിസ്റ്റ് പാർട്ടികളും സംഘടനാ കോൺഗ്രസ്, ലോക്ദൾ, ജനസംഘം തുടങ്ങിയ സംഘടനകളും ഒരുമിച്ചപ്പോൾ അടിയന്തരാവസ്ഥയ്ക്കെതിരെയുള്ള ജനവികാരം അവർക്കനുകൂലമായ വോട്ടായി മാറി. കോൺഗ്രസ് അതിന്റെ ചരിത്രത്തിലെ ആദ്യത്തെ തോൽവി ഏറ്റുവാങ്ങി. തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ഇന്ദിരാഗാന്ധി. പല രാഷ്ട്രീയ കക്ഷികൾ ഒരു പാർട്ടി സംവിധാനത്തിൽ ഒരേ ചിഹ്നത്തിൽ ആദ്യമായി മത്സരിച്ചത് 1977 നടന്ന തിരഞ്ഞെടുപ്പിലാണ്. ജനതാ പാർട്ടി 295 സീറ്റിലെ പിൻബലത്തിൽ മൊറാർജി ദേശായിയെ പ്രധാനമന്ത്രി പദത്തിൽ അവരോധിച്ചു. മൊറാർജി ദേശായി രാജിവെച്ചപ്പോൾ ചരൺ സിംഗ് പിൻഗാമിയായി. സഭയെ അഭിമുഖീകരിക്കാത്ത പ്രധാനമന്ത്രി എന്ന വിശേഷണവുമായി ചരൺ സിംഗ് സ്ഥാനമൊഴിഞ്ഞപ്പോൾ ഇന്ത്യ വീണ്ടും പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങി. ന്യൂനപക്ഷ സർക്കാരിന്റെ തലവനായ ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ചരൺ സിംഗ്. 1980 7ാം ലോക്സഭയിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ ഇന്ദിരാഗാന്ധി വീണ്ടും അധികാരത്തിലെത്തി. 1984 ഇന്ദിരാഗാന്ധി വധിക്കപ്പെട്ടപ്പോൾ പ്രധാനമന്ത്രിയായി രാജീവ് ഗാന്ധിയുടെ നേതൃത്വത്തിൽ 8ാം ലോക്സഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പിനെ നേരിട്ടു.